റമളാൻ മാസം ആയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാം, റമളാനിൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം വരാം. രണ്ടാമത്തെ ചോദ്യം വരാം, റമളാനിൽ എന്ത് ഭക്ഷണം കഴിക്കണോ എന്നുള്ളതാണ്. രണ്ടിനും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ നിന്നുണ്ടാവുക. ഒന്നാമത്തെ വിഷയം, റമളാനിൽ ഞങ്ങളുടെ ചികിത്സ നടക്കുമോ എന്നുള്ളതാണ്. ക്ലിനിക്ക് തുറന്നിരിക്കുമോ എന്നുള്ളതാണ്. ക്ലിനിക്ക് തുറക്കുന്നുണ്ട്, ചികിത്സ ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, റമളാൻ മാസത്തിലാണ് ചികിത്സ കൂടുതൽ ഫലവത്താവാൻ സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അത് അമിതമാകുമ്പോഴാണ് പലപ്പോഴും രോഗം വരുന്നത്. അപ്പോൾ റമളാൻ മാസം ആകുമ്പോൾ പൊതുവിൽ മുസ്ലിങ്ങളുടെ വ്രതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പകല് പച്ചവെള്ളം പോലും കുടിക്കാത്ത നോമ്പാണ്. അപ്പോൾ ഒരു ഭക്ഷണവും ചെല്ലാതെ വരുമ്പോൾ മെയിൻ്റനൻസ് ഉഷാറാകാൻ സാധ്യതയുള്ള ഒരു ടൈമാണ്. ആ സമയത്ത് ട്രീറ്റ്മെന്റ് നമ്മളെ എനർജി ഹീലിംഗ് ആണ്. മരുന്നില്ലല്ലോ, വായിക്കൂടി ഒന്നും കഴിക്കണില്ല, ഇഞ്ചക്ഷൻ ഇല്ല, സ്കാനിങ് ഇല്ല, ഒന്നുമില്ല. എനർജി ഹീലിംഗിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്ന് വെച്ച് പോകാനല്ല ഉദ്ദേശിച്ചത്. ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചികിത്സ കൂടുതൽ ഫലവത്താവും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയമാണ് സത്യത്തിൽ റമളാൻ മാസം. റമളാൻ മാസത്തിൽ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം പേരും നോമ്പ് പിടിക്കുകയും അത് നല്ല രീതിയിൽ പകൽ മുഴുവൻ ഭക്ഷണമൊന്നുമില്ലാതെ വെള്ളമൊന്നുമില്ലാതെ നടക്കുകയും ദുർചിന്തകളില്ലാതെയൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ ചികിത്സ കൂടുതലായി ഫലവത്താവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ നമ്മുടെ അടുത്ത് ചികിത്സ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നോമ്പിന് എങ്ങനെയാണ് ഭക്ഷണ രീതി എന്നുള്ളതാണ്. നോമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തലേന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യും, നാളെ നോമ്പാണ്. അപ്പം നാളെ നോമ്പാണെന്ന് നിയ്യത്ത് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മാസക്കാലത്തേക്ക് നിങ്ങളൊരു നിയ്യത്ത് അങ്ങോട്ട് ചെയ്യാം. ഈ ഒരു മാസക്കാലം കൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഒന്നുകൂടി, നോമ്പ് ആത്മീയ തലത്തിൽ ഉയരും. ആ ഉയർച്ച അത് അങ്ങനെ തന്നെ പോകേണ്ടതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ബോഡിയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ ഈ നോമ്പ് നിങ്ങൾക്ക് ഉപകരിക്കണം എന്ന് നിങ്ങളൊരു നിയ്യത്ത് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും തിന്നണ്ടെന്നൊന്നും പറയണില്ല, എല്ലാം തിന്നാം, ഒരു കുഴപ്പമില്ല, ഏത് ഭക്ഷണം തിന്നാം. പക്ഷേ തിന്നേണ്ടത് എങ്ങനെയെന്നൊന്ന് പഠിച്ചാൽ മതി. അതിലൊരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഇടയത്താഴം കഴിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങുന്നത് സുബഹി മുതലാണല്ലോ. അപ്പോൾ സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നലെ പോലും എനിക്ക് ഒരു രോഗി വിളിച്ച് ചോദിച്ചത്, അവിടെ കിടക്കാൻ വരുമ്പോൾ ഇടയത്താഴം എഴുന്നേറ്റാൽ ഭക്ഷണം കിട്ടുമോ, അതിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പോരി വേഗം പോരി, എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഇടയത്താഴം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം സുന്നത്താണ്, അത് നിങ്ങൾ ഒഴിവാക്കണ്ട. പക്ഷേ അത് ഫറലാക്കരുത്. നിങ്ങൾ ആ ഒരു സംഭവത്തെ നിങ്ങൾ ഫറലാക്കരുത്. കാരണം ഇടയത്താഴം അടിച്ച് കയറ്റി ഫുൾഫില്ലായിട്ട് കിടന്നാൽ അന്ന് മുഴുവൻ ഗ്യാസ് ആയിരിക്കും. വയറ് വന്ന് വീർക്കുക, ഏമ്പക്കം വരുമ്പോഴും മറ്റേ സാധനമൊക്കെ വരും, പുളിപ്പ് നീര്, കിളിപ്പ് നീര്. എന്നിട്ട് പറയും നോമ്പായി കഴിഞ്ഞാൽ രാവിലെ ഒടുങ്ങി ഗ്യാസാണെന്ന് പറയും. ഇത് മാറാനുള്ള എളുപ്പവിദ്യ, രാവിലെ എന്താക്കുക, ആ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ പച്ചവെള്ളം കുടിക്കുക. കരിക്കും വെള്ളം ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുടിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ കരിക്കും വെള്ളം കുടിക്കുക, നല്ലതാണ്. കിട്ടുമെങ്കിൽ കരിക്കും വെള്ളം കുടിക്കുക. ഈത്തപ്പഴം കഴിക്കുക, മധുരമുള്ള സാധനം, അതാണ് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക രാവിലെ ഇടത്താഴത്തിന് സുന്നത്താക്കിയത്. അപ്പം അത് മധുരമുള്ളത് ചെല്ലുമ്പോൾ ഷുഗറുകാർക്കായാലും മറ്റുള്ളവർക്കായാലും നോമ്പ് പിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ചോദ്യം അവരവരുടെ ആഫിയത്തനുസരിച്ചിട്ട്, അവരുടെ തോക്കത്തനുസരിച്ചിട്ടുള്ളതാണ് നോമ്പ്. അത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. നോമ്പ് പിടിക്കുമ്പോൾ അവൻ ഇടത്താഴം എഴുന്നേറ്റാൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്കയാണ്. അല്ലെങ്കിൽ നമ്മൾ കറുത്ത മുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുക, അത് കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. അല്ലാത്ത ഒരു മസാലകളുള്ള ഫുഡും പ്രത്യേകിച്ച് തലേന്ന് വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, അത് തീർക്കണ്ടേ. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ വെച്ചത് തീർന്നില്ലെങ്കിൽ പിന്നെ പകലാർക്കും തിന്നാൻ പറ്റൂല. അപ്പൊ അതൊന്നും എന്ത് ചെയ്യും, ഇടാത്തേ അണിയിട്ടിട്ട് ഉടുക്കത്തെ തട്ടിന്നാണ് അതിനെ പറയാ, ബമ്പം തട്ടിട്ടു. കാരണം ഇന്നലത്തെ പുളിപ്പിച്ച് കളയാതിരിക്കാൻ ഇന്ന് ഇടത്തായി ഇരുന്നിട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി പൂപ്പൊറ്റിയാക്കും. തലേന്നാണെങ്കിൽ കഴിച്ചതിന്റെ അവസ്ഥ ഒന്ന് നോക്കിയോ. അത് നോമ്പ് തുറന്നപ്പോൾ തന്നെ നല്ല ഈത്തപ്പഴവും കഴിച്ച് പിന്നെ നാരങ്ങുള്ളൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ പടക്കമൊക്കെ തിന്ന്, പടക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മുടെ എല്ലാ പള്ളികളിലും പടക്കം ഫറലാണ് റമളാൻ മാസമായി കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പേര് സമൂസ. ആ സമൂസ എന്തായാലും നിർബന്ധമാണ്. അപ്പൊ ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്കും വയറ് നിറയും. അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ച് കുറച്ച് ഫ്രൂട്ട് സാലഡ് കഴിച്ചൊക്കെ കഴിയുമ്പോൾ സത്യത്തിൽ വയററിയും. പക്ഷേ അവൻ അപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നാണ്. നോമ്പ് തുറക്കണമെങ്കിൽ ഇനി എന്താക്കണം, പള്ളിയിൽ പോയി വന്നിട്ട് വേണമെങ്കിൽ തിന്നാൻ എന്നുള്ള നിയ്യത്തിലാണ്. അപ്പൊ ആ നിയ്യത്തൊക്കെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കുക. വിശപ്പിനനുസരിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക. നോമ്പ് വരുമ്പോൾ നമ്മളുടെ ആക്രാന്തങ്ങളെല്ലാം മാറി, എന്താ പറയാ, പൈശാചിക ചിന്തകളെല്ലാം മാറി, പിശാചെല്ലാം നമ്മളിൽ നിന്ന് മാറി. പൈശാചിക ചിന്തയിൽപ്പെട്ടതാണ് അമിതമായ തീറ്റ. അപ്പൊ ആ തീറ്റ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോമ്പ് തുറക്കുമ്പോൾ അമിതമായി നമ്മൾ തിന്നേണ്ടി വരില്ല. എന്നാൽ തിന്നണ്ടെന്നല്ല പറഞ്ഞേ, പകരം
അവനവന്റെ കപ്പാസിറ്റിക്കുള്ളത് തിന്നാൽ മതി. നോമ്പ് തുറന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പരമാവധി എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ ഒരു ഫംഗ്ഷന് പോയിട്ട് നമുക്ക് കിട്ടി തിന്നാതിരിക്കണ്ട. പക്ഷെ അപ്പോൾ നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ അടുത്ത ഭക്ഷണം നോമ്പ് തുറന്ന് അപ്പം തന്നെ അടുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. പള്ളിയിൽ പോയി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഇശായിന് ശേഷം ഇത്തിരി സ്വസ്ഥമായിട്ട് ഇശായിന് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ ഇശാക്ക് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ച് നിങ്ങൾ പള്ളിയിൽ പോവുക. തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങണം. തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിക്കരുത്. പ്രത്യേകിച്ച് നമ്മളുടെ കഞ്ഞിയോ മറ്റേ പയറോ എന്താണെങ്കിലും തറാവീഹ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്നുറങ്ങുന്നത് ഹാർട്ട് അറ്റാക്കിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിൽ അറ്റാക്കുകൾ വരാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് വരെ പറയുന്നതാണ് അമിതമായി രാത്രി ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അസ്തമയത്തിന് ശേഷം മഗ്‌രിബ് കഴിഞ്ഞു നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു. ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ 300 ml കയറി. ഒരു ആമാശയത്തിൽ ഒരു ജ്യൂസ് കയറുമ്പോൾ തന്നെ 300 ml ആയി. പിന്നെ ബാക്കി 600 ml കപ്പാസിറ്റി അല്ലെങ്കിൽ 1 ലിറ്റർ കപ്പാസിറ്റിയാണ് ആമാശയത്തിനുള്ളൂ. അപ്പോൾ അത് ജ്യൂസ് കുടിച്ച് ഒരു ഗ്ലാസ് നാരങ്ങ കുടിക്കുമ്പോൾ തന്നെ ബമ്മാവും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വയറ് നിറഞ്ഞു എന്ന് നിനക്ക് ബോധം തരുന്നതാണ്, എനിക്കുൾപ്പെടെ. പക്ഷെ എന്നാലും നമുക്കൊന്നും അത് മതിയാവൂല, നമ്മൾ തിന്നാൻ നോക്കും. അപ്പൊ തീറ്റ ഒന്ന് ശ്രദ്ധിക്കുക. വയറ് നിറഞ്ഞു എന്ന് ഉറപ്പായാൽ അതിന്റെ മുകളിലേക്ക് ഒരുപാട് അടിച്ചു കയറ്റാതിരിക്കുക. തിന്നുന്നത് സാവകാശം തിന്ന. നോമ്പ് തുറക്കുമ്പോൾ ധൃതി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ധൃതിയിൽ വലിച്ചു തിന്നലല്ല ഉദ്ദേശം. നിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ. നിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരമൊക്കെ നോമ്പ് പിടിച്ചാണ്, അപ്പൊ ഇത്തിരി അതിനോട് എനിക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ള ചിലവരുടെ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം നീ പട്ടിണി കിടക്കാനൊന്നും അല്ല ദൈവം തമ്പുരാൻ നിനക്ക് നോമ്പ് തന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ പട്ടിണി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ആ പട്ടിണി കിടന്നിട്ട് കുറച്ചുകൂടി എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റും എന്ന് പറയലല്ല നോമ്പ്. അത് നീ പറഞ്ഞാൽ അനുസരിക്കുക. സമയമായാൽ നീ എന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക എന്നുള്ളതിൽ നീ അഹങ്കാരം കാണിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തുറക്കുള്ളൂ എന്ന് പറയാതിരിക്കാനാണ് ധൃതി കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്. അല്ലാതെ ആക്രാന്തം കാണിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോഴേക്കും ഉടുക്കത്തെ ആക്രാന്തമായി പോകരുത്. അത് സാവകാശം. ഒരു ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴം, കാരക്കാണെങ്കിൽ കാരക്ക, പയ്യെ മീൻസ് എന്ന് പറഞ്ഞിട്ട് കടിക്കണമെന്നില്ല. ഒരെണ്ണം എടുത്ത് കടിച്ച് ചവച്ച് സമയം എടുത്ത് ആ ഈത്തപ്പഴം ഇറക്കിയതിന് ശേഷം അല്ലെങ്കിൽ കാരക്ക നന്നായിട്ട് ചവച്ചിറക്കിയതിന് ശേഷം ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ടൊന്ന് ഉഷാറാകും. ആ മധുരം ചെന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജ്യൂസുകളോ പഴങ്ങളോ ബാക്കി എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണ് ബെറ്റർ. എൻ്റെ ഈ വീഡിയോയിൽ ഭക്ഷണത്തെ പറ്റിയും വെള്ളത്തെ പറ്റിയും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും ഇടാൻ കഴിയില്ല, കാരണം ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് 2 പാർട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ എൻ്റെ വീഡിയോകൾ ലൈക്ക്, ഷെയർ, ഫോളോ, ദെൻ കമൻസ്. നല്ല കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക. കാരണം നോമ്പിനൊക്കെ പിടിച്ചിട്ട് ഇത്രയും നാളുണ്ടാവുക അവസ്ഥകളും, നോമ്പ് ഇതിനു മുമ്പ് പിടിച്ച അവസ്ഥകളും, ഇനി ഈ ഒരു ചര്യ പിടിച്ചതിന് ശേഷം നമ്മുടെ ചികിത്സ സ്വീകരിച്ചതിന് ശേഷമൊക്കെ ഉള്ള നോമ്പിനുണ്ടായ അവസ്ഥകളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ബാക്കിയുള്ള വീഡിയോകൾ കിട്ടണ്ടേ. ബൈ.